നമ്മൾ ഈ കഞ്ചാവ് ലഹരി കേസുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ വേറൊരു പ്രശ്നമാണ്. വടകരയിൽ വിദ്യാർത്ഥികൾ മോഷ്ടിച്ച ബൈക്കുകളിൽ ഒരെണ്ണം കൂടി കണ്ടെത്തിയിരിക്കുന്നു. ഇന്നലെ 6 ബൈക്കുകളാണ് കണ്ടെത്തിയത്. കേസിൽ 5 വിദ്യാർത്ഥികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇംതിയാസ് കരീം വിവരങ്ങൾ വേണ്ടി. ഇംതിയാസ്, ഇത് ഈ സംഘം എന്നു മുതൽ ഇങ്ങനെ ഈ മോഷണം തുടങ്ങിയതാണ്? എങ്ങനെയാണ് ഇവരെ പിടികൂടിയത്? എന്തൊക്കെയാണ് പോലീസ് നൽകുന്ന വിവരം? ഭീഷ്മണി, ഈ വടകര മേഖലയിൽ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് ഈ ബൈക്ക് മോഷണവുമായി ബന്ധപ്പെട്ട് ഉള്ള പരാതികൾ വടകര പോലീസ് സ്റ്റേഷനിൽ നിരന്തരമായി എത്തുന്നുണ്ടായിരുന്നു. അങ്ങനെ വടകര പോലീസ് ഇത് അന്വേഷിച്ചു വരികയുമായിരുന്നു. ഇതിനിടയിലാണ് ഈ വടകര മേഖലയിലുള്ള വിവിധ സ്കൂളുകളിൽ, അതായത് 2ൽ കൂടുതൽ സ്കൂളുകൾ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. 2ൽ കൂടുതൽ സ്കൂളുകളിലെ ചില വിദ്യാർത്ഥികൾ, അതായത് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ബൈക്കുകൾ മോഷ്ടിച്ച് ഇവരുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നതായിട്ട് പോലീസ് പറഞ്ഞത്. അതായത് ഇന്നലെ 6 ബൈക്കുകൾ മോഷ്ടിച്ചതായിട്ട് കണ്ടെത്തിയിരുന്നു. ഇന്ന് രാവിലെ ഒരു ബൈക്ക് കൂടെ കണ്ടെത്തി. ഇന്ന് രാവിലെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ബൈക്ക് ഒരു +1 വിദ്യാർത്ഥി മോഷ്ടിച്ചതാണെന്നാണ് പോലീസ് പറയുന്നത്. ഇവർ പ്രധാനമായിട്ടും ഇതിന്റെ ഉള്ളിലെ വയറെല്ലാം പൊട്ടിച്ചിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വണ്ടിയെടുക്കാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാക്കുകയും പിന്നീട് നമ്പർ പ്ലേറ്റ് മാറ്റിയും വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തുമൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അത് അവരുടേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് അവർ പോലീസിന് മുന്നിൽ പറഞ്ഞ കാര്യവും. ഇന്നലെ കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥികളെല്ലാം 5 വിദ്യാർത്ഥികളെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അവരെല്ലാം വിട്ടയച്ചു. ഇപ്പോൾ അവരുടെ രക്ഷിതാക്കളോട്, അതായത് ഇന്ന് കസ്റ്റഡിയിലെടുത്ത വിദ്യാർത്ഥിയുടെ അടക്കം രക്ഷിതാക്കളോട് ഇന്ന് സ്റ്റേഷനിൽ ഹാജരാവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് മെമ്മോയും നൽകിയിട്ടുണ്ട്. ബാക്കി നടപടികൾ തുടരുകയാണ്. ഇതിൽ കൂടുതൽ ആളുകൾ, അതായത് കൂടുതൽ വിദ്യാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് സ്കൂൾ കേന്ദ്രീകരിച്ചൊക്കെ അന്വേഷണം നടത്താനിരിക്കുകയാണ്.